സു ഫ്രം സോ ഒരു കന്നഡ ചിത്രം. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ പറയത്തില്ല ഇതൊരു കന്നഡ ചിത്രമാണെന്ന്. അടിപൊളി ഡബ്ബിങ് മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഡബ്ബിങ്ങിൻ്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കിടിലനായിട്ടാണ് പെർഫെക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കർണാടക കേരള അതിർത്തി നടക്കുന്നൊരു കഥയാണ്. ഒരു കർണാടകത്തിൻ്റെ ചെറിയൊരു ഗ്രാമത്തിൽ ഇതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമം മൊത്തം കയറി അഭിനയിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഓരോ കഥാപാത്രത്തിനെയും നമുക്ക് അതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ പെർഫെക്ഷൻ പടം. നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ ചിരിച്ച് മറിയും പടം. നമ്മൾ ആ മൂഡിലിരുന്ന് കണ്ടാൽ അടിപൊളി പടം കേട്ടോ. അതാണ് ചെറിയൊരു കഥാംശം പറയാം. ഒരു ഗ്രാമത്തിലെ മെയിൻ ഒരാളാണ് രവീണനെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. നാട്ടുകാർ എന്താവശ്യത്തിനും ഏതാവശ്യത്തിനും രവീണൻ ഓടി വരും. അങ്ങനെ ഒരു അടിപൊളി ഗ്രാമം, പലരുടെയും സ്വഭാവം എല്ലാം അതിനകത്ത് എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരന് തൊട്ടടുത്ത ഗ്രാമത്തിലെ ഒരു വയസ്സായ മരിച്ചുപോയൊരു സ്ത്രീയുടെ പ്രേതം ഈ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിലേക്ക് കയറുന്നു. പിന്നീട് നടക്കുന്ന ഒരു രസകരമായ ഒരു കഥയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഉഗ്രം പടമെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഓരോ നിമിഷവും ആദ്യമായിട്ട് അവസാനം വരെ നമുക്ക് ഒരു പെർഫെക്റ്റ് സിനിമ നമുക്ക് കാണുന്ന എഫക്റ്റാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് നമ്മുടെ രാജ്ബി ഷെട്ടി ഇല്ലേ, നമ്മുടെ കന്നഡൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് ഒരു സൈക്കോ മൂടുമുള്ള കഥാപാത്രങ്ങളായിട്ട് തന്നെയാണ് രാജ്ബി ഷെട്ടി നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് പുള്ളി ഒരു കോമഡിയനായിട്ടാണ്, തകർക്കുവാണ്, ഒരു സ്വാമിയായിട്ടാണ് പുള്ളി വരുന്നത് തൊട്ട് പുള്ളി അവസാനം വരെ പുള്ളി കിടിലായിട്ടുണ്ട്. അതാണ് പുള്ളിയുടെയൊക്കെ അഭിനയത്തിൻ്റെ പെർഫെക്റ്റ് ടൈമിങ്ങും എല്ലാം കിടിലൻ പടവട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടു. സു ഫ്രം സോ കന്നഡ ചിത്രമാണെന്ന് വെച്ച് പോകാതിരിക്കരുത്. ഉഗ്രൻ മലയാളം ഡബ്ബിങ്ങാണ് ചെയ്തിരിക്കുന്നത്. മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി കേട്ടോ. ഏതായാലും ധൈര്യമായിട്ട് പോയി കണ്ടു. ഉറപ്പ് പറയാം, സു ഫ്രം സോ 100% ഗ്യാരണ്ടി.